ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സോണിയും ആൽബിയുടെ അമ്മയും അച്ഛനും കൂടി തിരിച്ച് വീട്ടിലേക്ക് എത്തുവാണ്. എത്തിയിട്ട് നമ്മുടെ ആ ചാരുമോളാണെങ്കിൽ ആൽബിയുടെ അമ്മയുടെ കയ്യിലാണ്ടുള്ളത്. ആ സമയത്ത് നമ്മുടെ അഗസ്നച്ചയൻ പറയുന്നുണ്ട്, അങ്ങനെ വീടെത്തി മോളെ, ഇതാണ് കേട്ടോ വീട് എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം അഗസ്നച്ചയൻ പറയുന്നുണ്ട്, ചടങ്ങുകളൊന്നും നമുക്ക് തെറ്റിക്കണ്ട, ഭരതകാലം ചകത്ത് കയറുന്നു പറയുമ്പോഴേക്കും അമ്മ പറയണ്ട, അയ്യോ മോളൊന്നും ആരതി പോലും ഒഴിഞ്ഞിട്ടില്ലല്ലോ, നിലവിളക്കൊന്നും കൊടുത്തില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സോണി പറയണ്ട, അയ്യോ അമ്മേ എനിക്ക് അതിലൊരു യാതൊരു വിശ്വാസവും ഇല്ല, അമ്മക്ക് എൻ്റെ ആൽബിയേട്ടൻ്റെ കല്യാണം കൊണ്ട് തന്നെ അമ്മക്കും അത് മനസ്സിലായില്ലേ, ഇതിലൊന്നും ഒരു കാര്യമില്ലമ്മേ, ജീവിക്കേണ്ടവർ എങ്ങനെയായാലും സുഖമായിട്ട് ജീവിക്കും, അല്ലാതെ ആർഭാടത്തിലും ആഘോഷത്തിലൊന്നും അല്ല ജീവിതം എന്ന് സോണി പറയുമ്പോൾ അഗസ്നച്ചയൻ പറയുന്നുണ്ട്, മോൾ അത് പറഞ്ഞത് വളരെ ശരിയാണ്, എൻ്റെയും ഇയാളുടെ വിവാഹം ഉണ്ടല്ലോ ഇതുപോലെ തന്നെയാണ് നടന്നത്, ചെറിയൊരു കല്യാണം, അന്ന് ആഘോഷവും ചടങ്ങും ഒന്നും തന്നെ ഞങ്ങൾ നോക്കിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പിള്ളേരില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ആ സമയത്താണ് ഇവൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇവൻ വന്നതോടുകൂടി സത്യമാണ് നമ്മുടെ ജീവിതം മാറി മറിഞ്ഞു മോളെ. ഞങ്ങൾക്ക് ഒരു കുഞ്ഞായി, അത് പുറമെ വീട്, ബിസിനസ് കാര്യങ്ങളൊക്കെ ആയത് ഇവൻ വന്നുകൊണ്ട് മാത്രമാണ്. ഇത്രയും സൽസ്വഭാവമായിട്ടുള്ള മോനെ ഒരിക്കലും ഞങ്ങൾക്ക് ഇവളെന്തായാലും പ്രസവിക്കില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ദൈവമായിട്ട് തന്നെ തന്ന ഒരു ദൈവപുത്രനായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവനെ കാണുന്നത്. അത്ര നല്ലൊരു സ്വഭാവമാണ് മോൾ ഇവൻ്റെ. ഞങ്ങളുടെ മകനായിട്ട് പറയല്ല കേട്ടോ എന്ന് പറയുമ്പോൾ സോണി ചിരിക്കുകയാണ്. ആ സമയത്ത് ആൽബി പറയുന്നത്, മതി അച്ഛ എന്നെ പൊക്കിയത് എന്ന് പറയുമ്പോൾ, ഇല്ലടാ കാര്യമാണ് പറയണത്, അതുകൊണ്ട് മോൾക്ക് എപ്പോഴും ഇവന് നല്ലൊരു കൂട്ടും നല്ലൊരു ജീവിത പങ്കാളിയൊക്കെ ആയിരിക്കും. എന്തായാലും ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും വലതുകാലം വെച്ച് അകത്തേക്ക് കയറുമെന്ന് പറയുവാണ്. അങ്ങനെ സോണിയും ആൽബിയും വലതുകാലം വെച്ച് അകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമ്മുടെ അഗസ്നച്ചയൻ പറഞ്ഞു, മോളെ ചെറിയ സൗകര്യങ്ങളൊരു വീടാണ് എടുത്തത്, നമ്മൾ അധിക ദിവസം ഇവിടെ നിൽക്കുന്നില്ലല്ലോ, കൂടി വന്ന ഒരാഴ്ച, അത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് അമേരിക്കയിൽ പോകുമല്ലോ, അതുകൊണ്ട് ചെറിയൊരു സൗകര്യമുള്ള വീട് അത്രേ ഉള്ളൂ. അയ്യോ ഇതൊക്കെ നല്ല സൗകര്യം ഉണ്ടല്ലോ അച്ഛാ. സോണി പറയുമ്പോൾ, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ നല്ല ടയേർഡല്ലേ, മോളിൽ പോയിട്ട് റെസ്റ്റ് എടുത്തോ, കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലിരിക്കട്ടെ എന്ന് ആൽബിയുടെ അമ്മ പറയുവാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് സോണിയും ആൽബി കൂടി മുകളിലേക്ക് കയറി പോവാണ്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ വിക്രത്തിനായിട്ട്. വിക്രത്തിന് ഭയങ്കര സന്തോഷം. പ്രകാശനുണ്ട്. പ്രകാശം പറഞ്ഞു, എടാ മോനെ ഇന്നായിരുന്നില്ലേ ശരിക്കും അവളുടെ കല്യാണം നടക്കേണ്ടിയ ദിവസം എന്ന് പറയുമ്പോൾ, അതേ അച്ഛാ എന്ന് തന്നെയായിരുന്നു. ഹോ അവളുടെ കല്യാണം മുടക്കിയപ്പോൾ എന്തൊരു സമാധാനം എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി വരുന്നുണ്ട്. എനിക്കത് അറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ പായസം ഉണ്ടാക്കി. ശരിക്കും അവളുടെ കല്യാണം മുടങ്ങുമ്പോൾ 3 കൂട്ടം പായസം ഉണ്ടാക്കണം, സദ്യ വെക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ ഇന്ന് പായസം ഉണ്ടാക്കി, അത് കൊള്ളാമേ, അത് അടിപൊളിയായിട്ടുണ്ട് എന്ന് പ്രകാശം പറയുവാണ്. അതിനുശേഷം പ്രകാശം പറഞ്ഞു, എടാ മോനെ 1-2 കല്യാണം മുടങ്ങിയോണ്ട് അവളെ കല്യാണം വേണ്ടാന്ന് വെക്കുകയൊന്നുമില്ല, ചിലപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എപ്പോഴും നിന്റെ ഒരാളെ സോണിയുടെ വീടിൻ്റെ മുമ്പിൽ കൂടി എപ്പോഴും നടത്തണം. അവളുടെ അടുത്ത നീക്കം എന്താന്ന് നീയും നിന്റെ കൂട്ടുകാരും എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. അവൾ എന്തായാലും ഉടനെ തന്നെ അടുത്ത വിവാഹം കഴിക്കാൻ ചാൻസ് ഉണ്ട്, അത് രഹസ്യമായിട്ടേക്കും നടത്തുന്നുണ്ടാവാം, നീ അറിയാതിരിക്കെ. അതുകൊണ്ട് അവളുടെ കൂടെ എപ്പോഴും നിന്റെ സ്പൈ വർക്ക് എപ്പോഴും വേണമെന്ന് പറയുമ്പോൾ, അതിനെന്താ വെച്ചാൽ അതിന് എൻ്റെ 2 കണ്ണും ഉണ്ടെന്നൊക്കെ വിക്രം പറയുവാണ്. അതിനുശേഷം ഒരു പായസം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശരണ്യ അങ്ങോട്ട് വരുവാ കേട്ടോ. ശരണ്യ വരുമ്പോൾ തന്നെ നമ്മുടെ പ്രകാശം പറയുന്നുണ്ട്, നീ മോളെ ഏതെങ്കിലും കല്യാണത്തിന് പോയതായിരുന്നു? അതെ ഞാനൊരു കല്യാണത്തിന് പോയതായിരുന്നു. അപ്പോൾ സദ്യയൊക്കെ ഉണ്ടായി കാണുമല്ലോ അല്ലേ എന്ന് പ്രകാശം ചോദിക്കുമ്പോൾ, സദ്യയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, എങ്കിൽ മോൾക്ക് ഇവനെയും കൂടി കൂട്ടിക്കൊണ്ട് പോവരുതോ എന്ന് പ്രകാശം ചോദിക്കുമ്പോൾ, വിക്രം പറയണ്ടേ, ഞാൻ വരാമെന്ന് പറഞ്ഞാണ് ശരണ്യ എന്നെ കൂട്ടിക്കൊണ്ട് പോകാത്തെന്ന് പറയുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഞാൻ പോയത് ഒരു ചെറിയൊരു കല്യാണത്തിനാണ്, രജിസ്റ്റർ മാരേജ് ആയിരുന്നു, സദ്യയൊക്കെ ഒരു ഹോട്ടലിൽ വെച്ച് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ അവർ, അതൊന്നും കുഴപ്പമില്ല, നാളെ അവർ ഇവിടെ വിരുന്നിനെ വരുന്നുണ്ട്. ഇവിടെയോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അതെ ഇവിടെ. മോളുടെ അത്ര വലിയ കൂട്ടുകാരത്തിയാണോ? അതാണോ ആദ്യം തന്നെ ഇവിടെ വിരുന്നിന് വന്നത്? അതെ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. നാളെ അവളും അവളുടെ ഭർത്താവും മാത്രമല്ല വേറെ 2 അതിഥികളും കൂടി ഉണ്ടാകും. അതുകൊണ്ട് അമ്മൂമ്മ രാവിലെ തന്നെ ചോറും കറിയും 8 കൂട്ടം കറികളും പായസവും എല്ലാം റെഡിയാക്കി വെക്കണം. അതുപോലത്തെ വിക്രത്തിൻ്റെ അച്ഛനും കൂടി ഹെൽപ്പ് ചെയ്യണം. അതിനെന്താ ഞങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറയാണ്. ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞിട്ട്, ഞാൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും മോളെ, പച്ചക്കറി മാത്രം പോരാ, മീനും ഇറച്ചിയും എല്ലാം വേണമെന്ന് പറയുമ്പോൾ ശരണ്യ പറഞ്ഞു, അതിനെന്താ എല്ലാം ആയിക്കോട്ടെ, നാളെ അവർ വയറ് നിറഞ്ഞ് പോയിക്കോട്ടെ, എന്തായാലും നാളത്തെ ദിവസം നിനക്കുള്ളതാടാ വിക്രമേ എന്ന് മനസ്സിൽ വിചാരിക്കാട്ടോ ശരണ്യ. അതിനുശേഷം ശരണ്യ ചോദിക്കുന്നു വിക്രത്തിനോട്, വിക്രമേ ഇന്നായിരുന്നില്ലേ ആ സോണിയുടെ വിവാഹം, നിന്റെ ആദ്യ ഭാര്യയുടെ? അതെ ഞാനത് അലമ്പിക്കളഞ്ഞല്ലോ, ഇനി അവൾ എത്ര പേരെ വിവാഹം കഴിക്കാൻ പോയാലും ഞാനതെല്ലാം അലമ്പിക്കളയും എന്നൊക്കെ വിക്രം പറയുമ്പോൾ ശരണ്യ പറയണ്ടേ, എന്തിനാടാ നീ ഇങ്ങനെ ചെയ്യേണ്ടത്, നിന്റെ കല്യാണം കഴിഞ്ഞു, അവളൊരു കല്യാണം കഴിച്ച് ജീവിക്കണേ നിനക്ക് എന്താന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് വിക്രം. ആ സമയത്ത് പ്രകാശം പറയണ്ടേ, എൻ്റെ പൊന്നു മോളെ അവളൊരു ചീത്ത പെണ്ണാണ്, അവളെ കല്യാണം കഴിച്ച ആ ചെക്കൻ്റെ അവസ്ഥ ദുരാവസ്ഥയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ആ കല്യാണമൊക്കെ മുടക്കണത്.
ആയിക്കോട്ടെ, എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞത് മറക്കണ്ട, വിക്രമൻ വൈകിട്ട് മാർക്കറ്റിൽ പോയിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് വരണം. നാളെ 3 പേരും കൂടി അടുക്കള അടിച്ചു പൊളിച്ച് ആഘോഷമാക്കണം. നാളെ ഉച്ചക്ക് മുമ്പ് അവരെത്തും കേട്ടോ എന്ന് പറയണം. അതിനെന്താ, ആയിക്കോട്ടെ ശരണ്യ, ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്ന് വിക്രം പറയാണ്. ശരണ്യ ഒരു പുച്ഛച്ചിരിയോടുകൂടി മുകളിലേക്ക് കയറി പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിരണിനെയും കല്യാണിനെയാണ്. അവർ മനോഹറിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മനോഹരോട് പറയുന്നുണ്ട്, എടാ നിന്റെ വീട്ടിൽ ഒരാളുണ്ടല്ലോ, എൻ്റെ അമ്മാവൻ പറഞ്ഞവൻ, നിൻ്റെ അമ്മായച്ചൻ രാഹുൽ, അയാളെ കൊണ്ട് ഒരു സമാധാനവും ഇല്ല എന്ന് പറയുവാണ്. അതെനിക്കറിയാം എന്ന് മനോഹർ പറയുമ്പോൾ അയാൾക്കിട്ട് ഒരു പണി കൊടുക്കണം. നിനക്കറിയാമായിരുന്നല്ലോ സോണിയുടെ വിവാഹമായിരുന്നു ഇന്ന്. അവളുടെ വിവാഹം മുടക്കാൻ വേണ്ടി അയാൾ എന്തൊക്കെ ചെയ്തെന്നറിയാവോ? 2 ദിവസം മുമ്പ് ആൽബിനെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടിരുന്നു. നിർഭാഗ്യവശാൽ അത് വേറൊരാള്, പാവപ്പെട്ടൊരു ചെറുപ്പക്കാരൻ മരിച്ചല്ല, വെട്ടുകൊണ്ടു. അത് മാത്രമല്ല, ഇന്നാണെങ്കിൽ ആൽബിയുടെ വാഹനം കത്തിച്ച് അവരെ കൊല്ലാൻ നോക്കി. ഭാഗത്തെ വാഹനത്തിനുള്ളിൽ അവരാരും ഉണ്ടായിരുന്നില്ല. അത് പോരാണ്ട് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി. എന്തൊക്കെയാണ് ചെയ്തത്? അയാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് നീയാണ് ഞങ്ങളുടെ മുമ്പിൽ ഏക മാർഗം. ഞാനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എന്തായാലും ചെയ്യാം എന്ന് മനോഹർ പറയുമ്പോൾ കിരണും കല്യാണിയും പറയണ്ട്, നീ ഒന്നും ചെയ്യണ്ട. നിന്നെ ഞങ്ങൾ ഇപ്പോൾ ജീവിക്കാൻ അനുവദിക്കണതേ, ആ വീട്ടിൽ ജീവിക്കണത് ഞങ്ങളുടെ കാരുണ്യം കൊണ്ട് മാത്രമോ? നിനക്കറിയാലോ. ഓ, എനിക്കടുത്ത് അറിയാം കിരൺ സാർ എന്ന് പറയുകയാണ്. ആ സമയത്ത് കിരൺ പറയണ്ട്, അയാളെ ഒറ്റടിക്ക് കൊല്ലാനൊക്കെ വേണമെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അയാളുടെ പോലത്തെ ബുദ്ധിയല്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ പോലെ നീ ചെയ്യണം. എന്താ ചെയ്യേണ്ടത് എന്ന് മനോഹർ ചോദിക്കുമ്പോൾ, അയാളിപ്പോൾ ഒരു വട്ടനാണല്ലോ. അതെ, ഞാൻ മുഴുവട്ടനാക്കിയിട്ടുണ്ടെന്ന് മനോഹർ പറയുമ്പോൾ, അതെ, ഒരു മുഴുവട്ടൻ. ആ വീട്ടിൽ എന്താണ് ഷാരിയും സരയും അവർ 2 പേരും രാഹുലിനേക്കാൾ ഇപ്പോൾ വിശ്വസിക്കുന്നത് നിന്നെയാണ്. അതുകൊണ്ട് ആ മുഴുവട്ടനാക്കണം. നീ ഒന്നും കൂടി വട്ടനാക്കണം. വട്ടാക്കിയിട്ട് അയാളെ ഷോക്ക് അടിപ്പിക്കണം. നിന്നെ കൊണ്ട് പറ്റുമോ? അതിനെന്താ, ഇത് നിസ്സാര കാര്യമല്ലേ? ഞാൻ ഏകദേശം കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെന്ന് മനോഹർ പറയുമ്പോൾ കിരൺ പറയണ്ട്, അതെ, അയാളൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്തായാലും നീ ഉടനെ തന്നെ കൊടുക്കണം. അതൊക്കെ ഞാൻ ഏറ്റു എന്ന് മനോഹർ പറയുന്നുണ്ട്. ശരിയെങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനോഹർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് മനോഹർ പോണ സമയത്ത് തന്നെ രാഹുലിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് വാട്സപ്പിൽ. ആ മെസ്സേജ് വേറൊന്നുമല്ല, സോണിയുടെയും ആൽബിയുടെയും വിവാഹമാണ്. അത് കാണുന്ന രാഹുലിനാകെ തല കറങ്ങും കേട്ടോ. രാഹുലാണെങ്കിൽ അപ്പം തന്നെ എന്താണ് തലക്ക് പ്രാന്ത് പിടിച്ച് മുടിയൊക്കെ പിടിച്ച് വലിച്ച് ഫോണൊക്കെ വലിച്ചേണ്ട പ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് മനോഹർ വരുന്നത്. മനോഹറിനെ കാണുന്നത് രാഹുൽ ദേഷ്യം കൊണ്ട് മനോഹറിനെ കയറി പിടിക്കുകയൊക്കെ ചെയ്യാട്ടോ. ഇത് കാണുന്ന സരുവിന് ദേഷ്യം വന്ന്, അച്ഛൻ എന്താ പ്രാന്ത് മൂത്തോ എന്നൊക്കെ പറയുമ്പോൾ, എടി ദേ എന്താണ് നിന്റെ ഭർത്താവിനോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട്, നിന്റെ ഭർത്താവ് കാരണം ഈ കുടുംബം നശിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുറ്റപ്പെടുത്തലായിട്ട് മനോഹറിനെ. എൻ്റെ ഭർത്താവ് എന്ത് ചെയ്തെന്നാ പറയണത് എന്ന് പറയുമ്പോൾ രാഹുൽ പറഞ്ഞിട്ടാ, മനോഹര നിനക്ക് എത്ര സ്ഥലമുണ്ട് സ്വിറ്റ്സർലാൻഡിൽ, എത്ര ഏക്കർ സ്ഥലമുണ്ടാ എന്ന് ചോദിക്കുമ്പോൾ മനോഹർ പറഞ്ഞിട്ട്, ഏക്കർ സ്ഥലമൊന്നുമല്ല, ഒരു 50 സെന്റ് ഉണ്ടാവും. അപ്പോൾ നിനക്ക് ജപ്പാനില്ല, കൊറിയയിലെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അവിടുത്തെ കൃഷിയൊക്കെ എന്തായോ എന്തോ. ആടാ നീ പോടാ, അവിടെ വിളവെടുപ്പൊക്കെ മുടങ്ങിക്കിടക്കുമായിരിക്കും, നീ പോയി വിളവെടുത്ത് കൊടുക്കട എന്നൊക്കെ പറയുമ്പോൾ, ഉടനെ പോകണം എന്നൊക്കെ മനോഹർ പറയാണ്. എടി നീ ഇവൻ്റെ കൂടെ ജീവിച്ചാണ് നിന്റെ ജീവിതം വിളവെടുത്ത് തീരും എന്നിങ്ങനെ പറയുവാണ്. അച്ഛൻ എന്തൊക്കെയാണ് പണെന്ന് പറയുമ്പോഴേക്കും മനോഹരനെ വല്ലാതെ കുറ്റപ്പെടുത്തുമ്പോഴേക്കും സാരി പറയുന്നുണ്ട്, അച്ഛൻ്റെ മുഴുവട്ട് കാരണം എനിക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ഞാൻ മനുവട്ടിനെ കൂട്ടിക്കൊണ്ട് വേറെ വാടക വീട്ടിൽ നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരനെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് പോയ ഷാരിയെടുത്ത് നടന്ന സംഭവം എന്ന് പറയുമ്പോൾ ഷാരിക്ക് ആകെ, ഈശ്വര അയാൾ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ, അതേ അമ്മേ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ മനോഹർ പറയണ്ടേ, എന്തിനാ മോളെ ഇതൊക്കെ നീ അമ്മയെടുത്ത് പറയുമ്പോൾ, അമ്മക്ക് വിഷമോ ഇല്ലെന്ന് പറയുമ്പോൾ, അതൊന്നും സാരില്ല മോനെ, ഇത് ചോദിച്ചേ പറ്റൂന്ന് ഷാരി പറയുമ്പോൾ മനോഹർ പറയണ്ട, അമ്മേ ഇതിനൊരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, അച്ഛന് മരുന്ന് വല്ല പാനീയത്തിലോ ഭക്ഷണത്തിലോ കലക്കി നമുക്ക് കൊടുക്കാം എന്ന് പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.